നമസ്കാരം കൂട്ടുകാരെ, 2019 പുറത്തിറങ്ങിയ ഏറെ രസകരമായ ഒരു കൊറിയൻ ചലച്ചിത്രം ബർത്ത്ഡേ എന്ന ആ ഫീൽ ഗുഡ് ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഒരു വിമാനത്തിൽ നിന്നുമാണ്. വിയറ്റ്നാമിൽ നിന്നും കൊറിയയിലെ സുയോളിലേക്ക് ആ വിമാനം യാത്ര തിരിക്കാൻ പോകുന്നു. വിമാനത്തിനകത്ത് ജുങ്ങിൽ എന്ന പേരുള്ള ഒരു മധ്യവയസ്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ജുങ്ങിലിന്റെ മുഖത്ത് എന്തൊക്കെയോ ദുഃഖം തങ്ങി നിൽക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അയാൾ വിയറ്റ്നാമിൽ നിന്നും കൊറിയയിലേക്ക് തിരികെ വരുന്നത്. സിയോളിലേക്ക് എത്തിയ അയാൾ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. കോളിംഗ് വിൻഡോയിലൂടെ പുറത്തു വന്നിരിക്കുന്ന വ്യക്തിയെ അകത്തുള്ള അയാളുടെ ഭാര്യയും മകളും കാണുന്നുണ്ട്. പക്ഷേ മിണ്ടാതിരുന്ന ഭാര്യ എന്തുകൊണ്ടോ ഡോർ തുറന്നു കൊടുത്തില്ല. കുറച്ചുനേരം ആ ഡോറിന് മുമ്പിൽ വെയിറ്റ് ചെയ്തിരുന്ന അയാൾ അവിടെ നിന്നും നേരെ തന്റെ സഹോദരിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. വിയറ്റ്നാമിൽ നിന്ന് വരുമ്പോൾ തന്റെ സഹോദരിക്കും മക്കൾക്കും ഭർത്താവിനും ഒക്കെയായി നിരവധി വസ്തുക്കൾ അയാൾ കൊണ്ടുവന്നിരുന്നു. അത് അവർക്ക് കൊടുത്ത് സഹോദരിയോട് അയാൾ സംസാരിച്ചിരിക്കാൻ തുടങ്ങി. താൻ ചെന്നത് യഥാർത്ഥ ഫ്ളാറ്റിലേക്ക് തന്നെയല്ലേ എന്നയാൾ സഹോദരിയോട് ചോദിച്ചു. ആണെന്നും ഒരുപക്ഷെ ഇത്രയും വൈകിയില്ലേ, അവർ ഉറങ്ങിക്കാണും എന്നുമായിരുന്നു സഹോദരിയുടെ മറുപടി. പിന്നെ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നില്ലേ, ചിലപ്പോ അതുകൊണ്ടാകും എന്നൊരു സൂചനയും സഹോദരി പറയുന്നുണ്ട്. വൈകാതെ നമുക്ക് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാവുകയാണ്. 8 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ജുങ്ങിൽ വിയറ്റ്നാമിലേക്ക് ജോലിക്കായി പോയത്. പക്ഷെ അവിടെ ചില പ്രശ്നങ്ങളിൽപ്പെട്ട് ജുങ്ങിലിന് തിരികെ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഒടുവിൽ ഇപ്പോഴാണ് അയാൾ തിരികെ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ തങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സമയത്തും മറ്റും തന്റെ കൂടെയില്ലാത്ത ഭർത്താവ് അങ്ങനെ തിരികെ വന്നപ്പോൾ ദേഷ്യത്തിലായിരുന്നിരിക്കാം ജുങ്ങിലിന്റെ ഭാര്യ സൂനാം വാതിൽ തുറക്കാതിരുന്നത്. അടുത്ത ദിവസം പകലിൽ വീട്ടിൽ ആദ്യമേ എഴുന്നേറ്റ് ജുങ്ങിലിന്റെയും സൂനാമിന്റെയും മകൾ യസോൾ തനിക്ക് വേണ്ട ഭക്ഷണം കുക്ക് ചെയ്ത് ശേഷം അമ്മയെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. മറുവശത്ത് ജുങ്ങിലിനാണെങ്കിൽ യസോളിനെ കാണാൻ താല്പര്യമുണ്ടായിരുന്നു. കാരണം ജുങ്ങിൽ ജോലിക്ക് വിയറ്റ്നാമിലേക്ക് പോകുമ്പോൾ യസോൾ കൈക്കുഞ്ഞായിരുന്നു. ഇപ്പോൾ അവൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. തന്റെ ആഗ്രഹം ജുങ്ങിൽ സഹോദരിയോട് പറഞ്ഞു. അന്ന് വൈകിട്ട് സ്കൂള് വിടുമ്പോൾ ജുങ്ങിലും സഹോദരിയും യസോൾ പഠിക്കുന്ന സ്കൂളിന് മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. ആന്റിയെ കണ്ടതും യസോൾ ആന്റിക്ക് അടുത്തേക്ക് വന്നു. പക്ഷെ അച്ഛൻ ജുങ്ങിലിനെ അവൾക്ക് മനസ്സിലായതേയില്ല. അച്ഛനെ കണ്ടെങ്കിലും അവൾ അടുത്തേക്ക് പോവാൻ അല്പം മടിച്ചു നിന്നു. ആന്റി, ഇത് നിന്റെ അച്ഛനാണ് എന്നൊക്കെ യസോളിനോട് പറയുന്നുണ്ടായിരുന്നു. ശേഷം അവർ ഷോപ്പിങ്ങിന് പോയി. യസോളിന് എന്തൊക്കെ വേണം എന്ന് ഓരോന്നും എടുത്ത് ജുങ്ങിൽ ചോദിക്കാൻ തുടങ്ങി. അച്ഛനോട് സംസാരിക്കുവാൻ യസോൾ അപ്പോഴും മടിച്ചു നിൽക്കുകയായിരുന്നു. ആന്റിയുടെ ചെവിയിലാണ് തനിക്കെന്ത് വേണമെന്ന് പോലും യസോൾ പറയുന്നത്. ജുങ്ങിൽ അവളോട് ദേഷ്യപ്പെട്ടൊന്നുമില്ല. മകൾക്ക് വേണ്ടത് വാങ്ങിക്കൊടുത്തു. ശേഷം അവൾക്കൊപ്പം അവളും ഭാര്യയും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. യസോളും ആന്റിയും വാതിൽ തുറന്ന് വീടിനകത്തേക്ക് കയറിയെങ്കിലും അകത്തേക്ക് കയറാൻ കൂട്ടാക്കാതെ ജുങ്ങിൽ പുറത്തു നിന്നു. കേറുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ താൻ അടുത്ത ദിവസം വരാം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചിന്തിച്ച് അവൻ പുറത്തേക്ക് പോയി. ജുങ്ങിൽ നേരെ പോയത് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ ആയിരുന്നു അവന്റെ ഭാര്യയായ സോനാം ജോലി നോക്കിക്കൊണ്ടിരുന്നത്. പുറത്തുനിന്ന് സോനാമിനെ ജുങ്ങിൽ നോക്കിക്കണ്ടു. സോനാമും ജുങ്ങിലിനെ കണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നതേയില്ല. അവർക്കിടയിൽ വലിയൊരു അകൽച്ച തന്നെ രൂപപ്പെട്ടിരുന്നു. സോനാമിനോട് ക്ഷമ ചോദിച്ച് ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിച്ച ജുങ്ങിൽ കുറച്ചുനേരം സംസാരിക്കണം എന്ന് പറഞ്ഞ് അവൾക്ക് ഫോൺ ചെയ്യുകയാണ്. പക്ഷേ താനിപ്പോൾ ജോലി തിരക്കിലാണെന്നും വന്ന് സംസാരിക്കാൻ പറ്റില്ലെന്നുമായിരുന്നു സോനാമിന്റെ മറുപടി. അതോടെ ദുഃഖത്തോടെ ജുങ്ങിൽ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസവും സ്കൂൾ വിടുന്ന സമയത്ത് ജുങ്ങിൽ മകൾ യസോളിനെ കാണാൻ പോയി. അവൾക്കൊരു ഗിഫ്റ്റും അവൻ കൊണ്ടുകൊടുത്തു. ശേഷം മകളെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിൽ പോയി അവൾക്കായി കുറച്ച് ഭക്ഷണം വാങ്ങി നൽകി. പക്ഷെ അത് കഴിക്കുവാൻ യസോൾ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. എന്താ കഴിക്കാത്തത് എന്നവൻ അവളോട് ചോദിച്ചു. അപ്പോഴാണ് യസോൾ പറയുന്നത്, പുറത്തുനിന്ന് എന്തു വാങ്ങിയാലും വീട്ടിൽ കൊണ്ടുപോയി അതിലൊരു പങ്ക് ചേട്ടന് മാറ്റിവെച്ചിട്ടേ താൻ കഴിക്കാറുള്ളൂവെന്ന്. അത് കേട്ടതും ജുങ്ങിലിന്റെ മുഖം വല്ലാതെ മാറുന്നുണ്ട്. അവൻ വല്ലാതായി. ശേഷം മകൾക്കൊപ്പം ജുങ്ങിലും അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അന്ന് മകളോടൊപ്പം അയാളും അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറി. വീടിനകത്ത് യസോളും സോനാമും അവരുടെ മൂത്ത മകനായ സൂഹോയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു നിമിഷം ദുഃഖത്തോടെ ജുങ്ങിൽ നോക്കി നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞ് അയാൾ വിതുമ്പാൻ ആരംഭിച്ചു. സൂഹോക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അന്ന് വൈകിട്ട് സോനാമും ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. മടങ്ങി വരുമ്പോൾ റോഡ് സൈഡിൽ ടെന്റിട്ട് കുറച്ച് വോളണ്ടിയേഴ്സ് ഫണ്ട് റൈസിംഗ് ഇവന്റ് നടത്തുന്നുണ്ട്. MV സിയോൾ എന്ന പേരിൽ ഒരു ഫെറി അപകടം അവിടെ നടന്നിരുന്നു. അതിൽപ്പെട്ട് നിരവധി പേർ മരണമടഞ്ഞു. അവരുടെ ഡെഡ് ബോഡികൾ കടലിൽ നിന്നും കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് റൈസിംഗ് ഇവന്റ് ആയിരുന്നു അത്. 9ഓളം ഡെഡ് ബോഡികൾ തങ്ങൾ അതിനോടകം കണ്ടെത്തി എന്നാണ് ആ വോളണ്ടിയേഴ്സ് പറയുന്നത്. ഇതൊക്കെ കാണുന്നതും സോനാം വല്ലാതാകുന്നുണ്ട്. തിരികെ വരുമ്പോൾ കാറിലിരുന്നവർ വിതുമ്പുന്നുണ്ടായിരുന്നു.
അപ്പാർട്ട്മെന്റിൽ എത്തിയിരുന്ന ജുങ്ങിൽ മകൾ പറഞ്ഞതനുസരിച്ച് കേടായ ലൈറ്റുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ഭാര്യ സോനാം കടന്നുവരുന്നത്. 8 വർഷങ്ങൾക്കിപ്പുറം ഇരുവരും അത്രയടുത്ത് നിന്ന് പരസ്പരം എതിരിൽ കാണുകയായിരുന്നു. എന്ത് സംസാരിക്കണം എന്നുപോലും ആ സമയം ഇരുവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ശേഷം ഇരുവരും ഒരു ടേബിളിന്റെ ഇരുവശവും ഇരുന്നു. തയ്യാറാക്കി വെച്ചിരുന്ന ഡിവോഴ്സ് പേപ്പറുകൾ സോനാം ജുങ്ങിലിന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. താൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണിത് എന്നും സോനാം ജുങ്ങിലിനോട് പറഞ്ഞു. എന്ത് മറുപടി പറയണം എന്ന് ജുങ്ങിലിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒന്നും മിണ്ടാതെ ജുങ്ങിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. അടുത്ത ദിവസം ജുങ്മിൻ യെസോളിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അടുത്ത ദിവസം സ്കൂളിൽ നിന്ന് ഐവിക്ക് പോകുന്ന കാര്യം യെസോൾ അച്ഛനോട് പറയുകയാണ്. അമ്മയ്ക്ക് ജോലി തിരക്കുള്ളതുകൊണ്ട് അമ്മ വരില്ലെന്നും അതുകൊണ്ട് തനിക്ക് പോവാൻ പറ്റില്ലെന്നും അവൾ പറയുമ്പോൾ അതിനെന്താ താൻ കൂടെ വരാമല്ലോ എന്ന് ജുങ്മിൻ പറയുകയാണ്. പക്ഷേ അച്ഛ, എല്ലാവരുടെയും അമ്മമാരാ വരുന്നേ, അച്ഛനത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് യെസോൾ ചോദിക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല എന്നായിരുന്നു ജുങ്മിന്റെ മറുപടി. അവർ നടന്ന് വീടിനടുത്തേക്ക് എത്തുമ്പോൾ അവരുടെ അയൽക്കാരിയായ ഒരു സ്ത്രീയും മറ്റൊരു യുവാവും അവർക്കരികിലെത്തി. ആ യുവാവ് കുടുംബത്തിലെ ചിലർ അപകടത്തിലൊക്കെ മരണപ്പെടുമ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചില വോളണ്ടിയേഴ്സ് ഉണ്ടാകുമല്ലോ, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയർ സംഘത്തിലെ ഒരു അംഗമായിരുന്നു. അവർ ജുങ്മിനോട് അല്പനേരമൊന്ന് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടു. ജുങ്മിൻ അവരോട് സംസാരിച്ചു. വന്ന യുവാവും അയൽവക്കക്കാരിയായ സ്ത്രീയും പറഞ്ഞു, സൂഹോയുടെ പിറന്നാൾ വരികയാണ്. മരണപ്പെട്ടുപോയ എല്ലാ കുട്ടികളുടെയും ബർത്ത്ഡേ ഒരു ഓർമ്മ ദിവസം എന്ന പോലെ സ്കൂളിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. സൂഹോയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുവാനും പലവരും തങ്ങൾ ശ്രമിച്ചെങ്കിലും ജുങ്മിനിന്റെ ഭാര്യ സോനാം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇത്തവണത്തെ ബർത്ത്ഡേ പാർട്ടി അത്തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട്. ഡാൻസും സംഗതികളുമൊക്കെയുള്ള പാർട്ടിയല്ല, സൂഹയുടെ കൂട്ടുകാരും അടുത്ത ബന്ധുക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചെറിയ പാർട്ടി. അവിടെ വെച്ച് അവനെ പറ്റിയുള്ള ഓർമ്മകളും മറ്റും ഓരോരുത്തരും സംസാരിക്കും. സൂഹയ്ക്ക് വേണ്ടി കത്തുകൾ എഴുതി അത് വായിക്കും. അത്തരത്തിൽ സൂഹയെ സന്തോഷത്തോടെ ഓർമ്മിക്കുവാനുള്ള ഒരു ഇവന്റാണത്. നിങ്ങളതിന് പെർമിഷൻ തരുമോ എന്നറിയാനാണ് ഞങ്ങൾ വന്നത് എന്നവർ ജുങ്മിനോട് വ്യക്തമാക്കി. ജുങ്മിനും അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അതിനൊക്കെ പറയുകയാണ്. അതോടെ സൂഹയുടെ ഫോട്ടോയും അവന്റെ വസ്തുക്കളുമൊക്കെ തങ്ങൾക്കതിന്റെ അറേഞ്ച്മെന്റിനായി തരുവാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ജുങ്മിൻ സമ്മതിച്ചതും യെസോൾ സൂഹോയുടെ ഫോട്ടോസും മറ്റു ചില സാധനങ്ങളുമൊക്കെ അവിടെ പ്രദർശിപ്പിക്കാൻ അവർക്കെടുത്തു കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം കുട്ടികളുടെ ഐവി ആയിരുന്നു. യെസോളിനൊപ്പം ജുങ്മിനും പോയി. ഒരു ഘട്ടത്തിൽ അവർ ബീച്ചിലേക്കും എത്തിച്ചേരുകയാണ്. പക്ഷേ കടലിലേക്ക് ഇറങ്ങാൻ ഭയന്ന് യെസോൾ മാറി നിൽക്കുകയായിരുന്നു. ജുങ്മിൻ അവൾക്ക് ധൈര്യം കൊടുത്ത് വെള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ അവളെ എടുത്തുയർത്തിയെങ്കിലും അവൾ അലറിക്കരഞ്ഞ് ഒരു ട്രോമയിലെന്ന പോലെ അവിടെ നിന്ന് പിന്മാറുകയാണ്. മകളുടെ മനസ്സിലും സൂഹോയുടെ മരണം ആഴത്തിൽ പതിച്ചിട്ടുണ്ട് എന്ന് ജുങ്മിൻ അന്ന് തിരിച്ചറിയുന്നു. അന്നവർ തിരികെ എത്തുമ്പോൾ ജുങ്മിനിന്റെ ഭാര്യ സൂനാം അവിടെ ഉണ്ടായിരുന്നു. സൂനാമിനടുത്ത് ജുങ്ങിൽ സംസാരിച്ചു. ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം പറഞ്ഞ് വോളണ്ടിയേഴ്സ് വന്നിരുന്ന കാര്യം അറിയിച്ചു. അത് കേട്ടതും സൂനാമിന് വലിയ ദേഷ്യം വന്നിരുന്നു. തന്റെ മകൻ മരിച്ചുവെന്ന് അപ്പോഴും ഉൾക്കൊള്ളാൻ അവർ ഒരുക്കമായിരുന്നില്ല. അവരുടെതൊന്നും വേണ്ടെന്ന് പണ്ടേ താൻ പറഞ്ഞിട്ടുള്ളതാ എന്നൊക്കെ ദേഷ്യത്തിൽ സൂനാം ജുങ്ങിലിനോട് പറഞ്ഞു. തന്റെ അനുവാദമില്ലാതെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ എന്നവർ ശബ്ദമുയർത്തുകയുമുണ്ടായി. വീട്ടിലെത്തി സൂനാം മൊബൈലിൽ തന്റെ മകൻ സൂഹോയുടെ പഴയ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അവനയച്ച ചാറ്റുകളും വായിച്ചിരിക്കാൻ തുടങ്ങി. ആ സമയമാണ് സൂഹോക്ക് സംഭവിച്ചത് പൂർണ്ണമായും നമുക്ക് വ്യക്തമാകുന്നത്. സ്കൂളിൽ നിന്ന് സൂഹോയും കൂട്ടുകാരും ഒരിക്കലൊരു ടൂർ പോയിരുന്നു. ഫെറിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഫെറി അപകടത്തിൽപ്പെടുകയായിരുന്നു. അന്ന് കടലിൽ കാണാതായ കുട്ടികളിൽ സൂഹോയുമുണ്ട്. സൂഹോ മരണപ്പെട്ടു എന്നാണ് വിധിയെഴുതിയിരിക്കുന്നത്. അടുത്ത ദിവസം കുറെ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടായിരുന്നു സോനാം വീട്ടിലേക്ക് വന്നത്. തനിക്കുള്ള വസ്ത്രമായിരിക്കുമെന്ന് ചിന്തിച്ച് യെസോൾ അടുത്തു ചെന്നു. പക്ഷെ അവർ വാങ്ങിയിരുന്ന വസ്ത്രം മരണപ്പെട്ടുപോയ മകൻ സൂഹോക്കുള്ളതായിരുന്നു. മകൻ മരണപ്പെട്ടു എന്നത് അപ്പോഴും ഉൾക്കൊള്ളാൻ അവർ ഒരുക്കമായിരുന്നില്ല. തന്റെ മകൻ ജീവനോടുണ്ടാകും എന്ന് കരുതിയിട്ടായിരുന്നു അവർ ഇത്തരത്തിൽ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. വലിയ തോതിൽ ഡിപ്രഷനും മറ്റും സൂനാമിനെ ബാധിച്ചിരുന്നു. നാളുകൾ കടന്നുപോകും തോറും അത് വർദ്ധിച്ചു വരാനും ആരംഭിച്ചു. ഒരു ദിവസം സൂനാമും യെസോളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. യെസോളിന് അന്നത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടിരുന്നില്ല. കഴിക്കണമെന്നും ഉണ്ടായിരുന്നില്ല. അവൾ കഴിക്കാതിരിക്കുന്ന കണ്ടതും നിനക്ക് മീൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മീൻ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ചതല്ലേ, നീ എന്താ കഴിക്കാത്തെ എന്നൊക്കെ ചോദിച്ച് സൂനാം യെസോളിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. നീ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വീടിന് പുറത്താക്കി സൂനാം വാതിലടയ്ക്കുകയും ചെയ്തു. പാവം യെസോൾ വീടിന് പുറത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞതും സ്വബോധം തെളിഞ്ഞപ്പോൾ സൂനാം തന്നെ തിരികെ വന്ന് തന്റെ മകളോട് സോറി പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ശേഷം തന്റെ കൂടെ കിടത്തി സ്നേഹത്തോടെ ഉറക്കുകയും ചെയ്തു. ഈ സമയമായിരുന്നു വീട്ടിലെ ഒരു മോഷൻ ലൈറ്റ് തനിയെ തെളിഞ്ഞത്. പെട്ടെന്ന്
സോനാമിന്റെ നോട്ടം അങ്ങോട്ടേക്ക് നീണ്ടു. മോഷൻ ലൈറ്റ് ആണ്, ആരും സഞ്ചരിക്കുന്നില്ല. പക്ഷെ ആ ലൈറ്റ് എങ്ങനെ തെളിഞ്ഞു? ഒരുപക്ഷെ തന്റെ മകന്റെ ആത്മാവ് അവിടെ വരുന്നതാകുമോ എന്നൊക്കെ സോനാം ചിന്തിക്കുന്നു. അടുത്ത ദിവസം യസോളും അടുത്തുള്ള വീട്ടിലെ പയ്യനും ജുങ്മില്ലും കൂടി അടുത്തുള്ളൊരു ബർഗർ ഷോപ്പിൽ പോയി. പണ്ട് സോഹോ ജോലി നോക്കിയിരുന്ന ബർഗർ ഷോപ്പാണത്. അവിടെ സോഹോയുടെ കൂട്ടുകാരൻ ജോലി നോക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ട് യസോൾ ആകട്ടെ സോഹോയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ 2 ആഴ്ച കഴിയുമ്പോൾ നടക്കാൻ പോകുന്നുണ്ട് എന്നാ പയ്യനോട് പറഞ്ഞു. പക്ഷെ അവൻ കാര്യമായി അത് ഗൗനിച്ചതേയില്ല. യസോൾ ശേഷം ടേബിളിൽ വന്നിരുന്നപ്പോൾ ജുങ്ങിൽ യസോളിനോട് ആരാ പയ്യനെന്ന് ചോദിച്ചു. സോഹോയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആ പയ്യൻ എന്നായിരുന്നു അവളുടെ മറുപടി. ശേഷം അവർ തിരികെ വീട്ടിലെത്തി. ആ സമയമായിരുന്നു യസോളിന് അമ്മയുടെ കോൾ വന്നത്. കുറച്ചധികം ജോലിയുള്ളതുകൊണ്ട് വൈകിയേ വരൂ എന്ന് സോനാം പറയുകയാണ്. അതോടെ യസോൾ ജുങ്ങിലിനോട് അമ്മ വരുന്നവരെ അവിടെ തുടരാൻ ആവശ്യപ്പെടുന്നു. ഞാൻ അച്ഛന് മുട്ട പൊരിച്ചു തരാമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അവൾ അത്തരത്തിൽ അച്ഛനായി കുക്ക് ചെയ്തു കൊടുത്തു. ജുങ്ങിലാകട്ടെ മകൻ സോഹോയുടെ മുറിയിൽ പോയി അവിടെയുള്ള ഓരോ വസ്തുക്കളും നോക്കിക്കാണാൻ ആരംഭിച്ചു. അവിടുത്തെ ടേബിൾ തുറന്നപ്പോൾ സോഹോയുടെ പാസ്പോർട്ട് അവൻ അതിൽ നിന്ന് കിട്ടി. എവിടെയും പോയതിന്റെ സ്റ്റാമ്പ് അതിൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പാസ്പോർട്ട് അവൻ കയ്യിലെടുത്തു പിടിച്ചു. പിന്നീട് കുറെ വൈകി സോനാം വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ജുങ്ങിലിരിക്കുന്ന കണ്ട് നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ എന്നവർ ചോദിക്കുന്നുണ്ട്. അമ്മ വരാൻ ലേറ്റാകും, ഇവിടെ നിൽക്കാമോ എന്ന് ചോദിച്ചത് മകളാണ് എന്ന് ജുങ്ങിൽ അവരോട് പറഞ്ഞു. പിന്നാലെ മകന്റെ പാസ്പോർട്ടിനെ പറ്റി ചോദിച്ചു. പാസ്പോർട്ട് എടുത്തിട്ട് അതിൽ സ്റ്റാമ്പൊന്നും പതിപ്പിച്ചിട്ടില്ലല്ലോ, അവനെവിടെയും പോയിട്ടില്ലേ എന്ന് സോനാമിനോട് ജുങ്ങിൽ ചോദിക്കുകയാണ്. അവൻ ആ പാസ്പോർട്ട് എടുത്തത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങളോടൊപ്പം സഞ്ചരിക്കണം എന്നവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞങ്ങളെയൊക്കെ അനാഥരാക്കി വിട്ടിട്ട് നിങ്ങളങ്ങ് പോയില്ലേ, എന്നിട്ടിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. എന്തിനാ വന്നത്? മക്കൾക്ക് വേണ്ടി പോലും നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവരുടെ അച്ഛനാണെന്ന് ഒരു നാണവുമില്ലാതെ പറയുന്നു. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോവാമോ, ഞങ്ങൾ കുറച്ച് സമാധാനത്തോടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് സോനാം ദേഷ്യത്തിൽ പറയുകയാണ്. ജുങ്ങിൽ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ജുങ്ങിലിന് തോന്നുന്നുണ്ടായിരുന്നു. ജുങ്ങിൽ അവിടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂവിന് പോകുവാനും ജുങ്ങിലിന് കോൾ വരികയാണ്. പക്ഷേ പോകുവാൻ ജുങ്ങിലിന്റെ പക്കൽ നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല. ജുങ്ങിൽ തിരികെ ഭാര്യയുടെ വീട്ടിലേക്ക് എത്തി. അവിടുത്തെ അലമാരയിൽ നിന്നും തന്റെ പഴയ വസ്ത്രങ്ങളിൽ ഒന്നെടുത്തു. മറുവശത്ത് സോഹോയുടെ സുഹൃത്ത് റോഡിൽ നടന്നു വരികയായിരുന്നു. ഈ സമയം എതിരിൽ അവന്റെ അമ്മ നടന്നു വരുന്ന കണ്ട് അവർക്ക് മുഖം കൊടുക്കാതെ അവൻ അവിടെ നിന്ന് മാറിപ്പോയി. സോനാമെന്ന് നേരെ പോയത് സോഹോക്കൊപ്പം കാണാതാവുകയും മരണപ്പെടുകയും ചെയ്ത് കുട്ടികളുടെ പാരന്റ്സ് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കാനായിരുന്നു. എല്ലാവരും തങ്ങളുടെ മക്കളെ ഓർത്ത് വേദനകൾ പങ്കുവെച്ചു. സ്കൂളിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവർക്കുമായി പ്രിന്റ് ചെയ്ത് അന്ന് അവിടെ വെച്ച് വിതരണം ചെയ്യപ്പെടുന്നുമുണ്ട്. മറുവശത്ത് ജുങ്ങിലിന്റെ ഇന്റർവ്യൂ നടക്കുകയായിരുന്നു. ഇന്റർവ്യൂ ബോർഡ് ജുങ്ങിലിന്റെ കഴിവുകളിൽ വളരെയധികം ഇംപ്രസ്ഡ് ആയി. പക്ഷേ ആ സമയം ഫോണിൽ എന്തോ സെർച്ച് ചെയ്തെടുത്ത് ഇന്റർവ്യൂ ബോർഡിലെ ഒരു അംഗം മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുന്നു. വിയറ്റ്നാമിലെ കമ്പനിയിൽ നടന്ന ഒരു പ്രശ്നത്തിന് ജുങ്ങിൽ 3 കൊല്ലം ജയിലിലായിരുന്നു എന്ന വാർത്തയായിരുന്നു അത്. അതിനെപ്പറ്റി ഉടൻ ജുങ്ങിലിനോട് അവർ ചോദിക്കുകയാണ്. ജുങ്ങിൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. ജുങ്ങിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ വലിയൊരു സമരമുണ്ടായി. ആ സമയം അവിടെ വെച്ച് ഒരു അപകടം സംഭവിക്കുകയും ചെയ്തു. കമ്പനി ജുങ്ങിലിന്റെ മേലിലായിരുന്നു അതൊക്കെ ആരോപിച്ചത്. ജുങ്ങിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് 3 കൊല്ലത്തോളം ജയിലിൽ കിടന്നു. അതുകൊണ്ടായിരുന്നു അവന് നാട്ടിലേക്ക് തിരികെ വരാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായത്. ജുങ്ങിലിന്റെ പേരിൽ കുറ്റമില്ലെന്ന് തെളിഞ്ഞ് കോടതി മോചിപ്പിച്ചപ്പോൾ ജുങ്ങിൽ കൊറിയയിലേക്ക് തിരികെ വരികയായിരുന്നു. സത്യങ്ങളൊക്കെ ജുങ്ങിൽ അവർക്ക് മുമ്പിൽ ബോധിപ്പിച്ചെങ്കിലും ജയിലിൽ കിടന്ന ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. ജുങ്ങിൽ അവിടെ നിന്ന് തിരികെ പോന്നു. അവൻ നേരെ പോയത് എയർപോർട്ടിലേക്കായിരുന്നു. മകൻ സോഹോയുടെ പാസ്പോർട്ട് അയാൾ കയ്യിൽ കരുതിയിരുന്നു. എവിടേക്കെങ്കിലും ഒന്നിച്ച് സഞ്ചരിച്ചു എന്നൊരു തൃപ്തി വരുത്തുവാൻ അതിലൊരു സ്റ്റാമ്പ് പ്രിന്റ് ചെയ്യിപ്പിക്കാനായിരുന്നു അയാൾ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത്. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് പ്രിന്റ് ചെയ്തു തരുവാൻ അവിടുത്തെ ഉദ്യോഗസ്ഥനോട് ജുങ്ങിൽ ആവശ്യപ്പെട്ടു. പക്ഷെ ഉദ്യോഗസ്ഥൻ അതങ്ങനെ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിൽ അയാൾ യാത്ര ചെയ്തിട്ടില്ലല്ലോ, പിന്നെങ്ങനെ സ്റ്റാമ്പ് വയ്ക്കും എന്നായിരുന്നു ഉദ്യോഗസ്ഥൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റാമ്പ് വെച്ച് അതൊക്കെ പ്രശ്നമാവും എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ ജുങ്ങിലിനെ മടക്കിവിടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ജുങ്ങിൽ അയാളോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ ഉദ്യോഗസ്ഥൻ തന്നെ ജുങ്ങിലിനെ പിടിച്ച് പുറത്താക്കാൻ എഴുന്നേറ്റ് വരുന്നു. പക്ഷെ ആ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലീസിനെ വിളിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ജുങ്ങിലിനെ പുറത്താക്കാൻ നോക്കുന്നു. ഒടുവിൽ നിറക്കണ്ണുകളോട് ജുങ്ങിൽ പറഞ്ഞു, ഇത് മരിച്ചുപോയ എന്റെ മകന്റെ പാസ്പോർട്ടാണ്. എന്റെ ഒപ്പം
അവൾക്കൊപ്പം ഒരുപാട് സഞ്ചരിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. എന്നെ കൊണ്ടത് സാധിച്ചു കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. ഏറ്റവും കുറഞ്ഞത് ഈ പാസ്പോർട്ടിൽ ഒരു സ്റ്റാമ്പ് വെച്ച് കാണാനെങ്കിലും എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം. വേദനയോടെ ആ അച്ഛന്റെ വാക്കുകൾ കേട്ടതും ഉദ്യോഗസ്ഥന്റെയും മനസ്സലിയുകയാണ്. അയാൾ ആ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വെച്ച് നൽകി. അന്ന് വീട്ടിലേക്കെത്തിയ ജുങ്ങിൽ ആ പാസ്പോർട്ട് തന്റെ ഭാര്യ സോനാമിനെ കാണിച്ചു. അത് കണ്ടതും അതിലെ സീല് കാണുന്നതും അവർക്കും ഒരു സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്. സോന തനിക്ക് കിട്ടിയ ഗ്രൂപ്പ് ഫോട്ടോ ജുങ്ങിലിന് കാണിച്ചു കൊടുത്തു. തന്റെ മകനടക്കമുള്ള സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ ജുങ്ങിൽ നോക്കിക്കാണുകയാണ്. മകന്റെ കൂട്ടത്തിൽ അടുത്തു നിന്നിരുന്ന പയ്യനെ പറ്റി ജുങ്ങിൽ ആ സമയം ഭാര്യയോട് ചോദിച്ചു. ആ പയ്യൻ നമ്മുടെ അടുത്ത വീട്ടിലാ താമസിച്ചിരുന്നതെന്നും അന്ന് അപകടത്തിൽ അവനും പെട്ടിരുന്നെന്നും അവന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നുവെന്നും പണത്തിന് ആവശ്യം വന്നപ്പോ മകൻ മരണപ്പെട്ടുവെന്ന് സമ്മതിച്ച് അവർ കോമ്പൻസേഷൻ വാങ്ങിപ്പോയി എന്നും സോന പറയുകയാണ്. നിനക്ക് കിട്ടാൻ പോകുന്ന കോമ്പൻസേഷൻ പണം വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ജുങ്ങിൽ സാധാരണമായി അപ്പോൾ സോനാമിനോട് ചോദിച്ചു. പക്ഷേ അത് സോനാമിനെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. നിങ്ങളിപ്പോ എന്തിനാ കോമ്പൻസേഷൻ പണത്തെപ്പറ്റി ചോദിക്കുന്നേ? ഓഹോ, അത് മനസ്സിൽ വെച്ചാണോ വിയറ്റ്നാമിൽ നിന്ന് നിങ്ങളിപ്പോ തിരികെ വന്നത്? നിങ്ങൾ വിചാരിക്കുന്നതൊന്നും നടക്കാനേ പോകുന്നില്ല എന്നൊക്കെ സോനാം ജുങ്ങിലിനോട് ക്രൂരമായി സംസാരിക്കുകയാണ്. ജുങ്ങിൽ അതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലെങ്കിലും സോനാം അങ്ങനെ സംസാരിക്കുന്നത് ജുങ്ങിലിനെയും ക്ഷുഭിതനാക്കി. നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നെപ്പറ്റി നീ എന്താടി ചിന്തിച്ചിരിക്കുന്നേ എന്നൊക്കെ ദേഷ്യത്തിലും സങ്കടത്തിലും ചോദിച്ച് ജുങ്ങിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അടുത്ത ദിവസം സോനാം വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ വോളണ്ടിയർ യുവാവും അടുത്ത വീട്ടിലെ നെയ്ബറും ഉണ്ടായിരുന്നു. സൂഹോയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി അവന്റെ ഫോട്ടോസും മറ്റു വസ്തുക്കളും കളക്ട് ചെയ്യാൻ എത്തിയതായിരുന്നു അവർ. അത് കണ്ട് അങ്ങോട്ടേക്ക് എത്തിയ സോനാമിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവരോട് ദേഷ്യപ്പെട്ട് സോനാം അവരെ പറഞ്ഞയച്ചു. അന്ന് ദേഷ്യപ്പെട്ട് പോയ ശേഷം ജുങ്ങിൽ സോനാമിനെ കാണാൻ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. 2-3 ദിവസമായും ജുങ്ങിലിനെ കാണാതായതോടെ ജുങ്ങിലിന്റെ പെങ്ങളുടെ അടുക്കൽ അവരെ പറ്റി അന്വേഷിച്ച് സോനാം ചെന്നു. അദ്ദേഹം വീട്ടിലേക്ക് കുറച്ചു ദിവസമായി വന്നിട്ടില്ല. ഇവിടെ വന്നിരുന്നോ എന്ന് ജുങ്ങിൽ നാത്തൂനോട് ചോദിച്ചു. ആ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പൊ ഫുൾ ടൈം മീൻ പിടിക്കാൻ പോവല, വെറുതെ ഇരുന്നാൽ ഭ്രാന്ത് പിടിക്കുമെന്നാ പറയുന്നേ എന്ന് ജുങ്ങിലിന്റെ സഹോദരി അവരോട് മറുപടി പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു വന്നത് പറയണ്ട, ഫ്രീ ആകുമ്പോ ഒരു ദിവസം വീട്ടിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് സോനാം അവിടെ നിന്ന് പോരുകയാണ്. ജുങ്ങിലാകട്ടെ മീൻ പിടിക്കുന്നിടത്ത് ടെന്റ് കെട്ടി അവിടെ തന്നെ താമസിക്കുകയായിരുന്നു. മകനൊപ്പമുള്ള ഓർമ്മകൾ അയാളുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരുന്നു. വേദന നിറഞ്ഞ പഴയ ഓർമ്മകൾ അയാളുടെ ഉറക്കം തന്നെ ഇല്ലാതാക്കി. മറുവശത്ത് സോനാമാകട്ടെ പുറത്ത് 2 കുട്ടികൾ സംസാരിക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് എത്തി നോക്കിയിരുന്നു. തന്റെ മകന്റെ ഓർമ്മകൾ സോനാമിന്റെ ഉള്ളിലും വന്നു നിറഞ്ഞു. അന്ന് അവിടെ ഉറങ്ങാനായി കിടന്ന സോനാമിന് തന്റെ മകൻ അവിടുള്ള പോലെ അനുഭവപ്പെടുകയാണ്. ഹാലൂസിനേഷനിൽ എന്ന പോലെ തന്റെ മകനുമായി സോനാം സംസാരിച്ചുകൊണ്ടേയിരുന്നു. പിന്നാലെ മകൻ ജീവനോടെയില്ല, ഒക്കെ തന്റെ തോന്നലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന സോനാം ആ നിമിഷം പൊട്ടിക്കരയുകയാണ്. അത്രനാളും മനസ്സിൽ തിങ്ങി നിറച്ചു വെച്ചിരുന്ന സങ്കടങ്ങൾ അത്രയും അവരുടെ കണ്ണിലൂടെ ധാരധാരയായി ഒഴുകാൻ ആരംഭിച്ചു. ഈ സമയത്തായിരുന്നു അവിടെ പുറത്തുകൂടെ ജുങ്ങിൽ നടന്നു വന്നുകൊണ്ടിരുന്നത്. ആരോ കരയുന്ന ശബ്ദം കേട്ടതും തന്റെ ഭാര്യയാണെന്ന് തിരിച്ചറിഞ്ഞ് അയാൾ വീട്ടിലേക്ക് ഓടിക്കയറി ചെന്നു. ഭാര്യയെ അയാൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സോനാം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അതോടെ അടുത്ത വീട്ടിലുള്ള നെയ്ബറെ വിളിച്ചുകൊണ്ടുവന്ന് ഭാര്യയെ ആശ്വസിപ്പിക്കാൻ ജുങ്ങിൽ ശ്രമിക്കുകയാണ്. ഡിപ്രഷന്റെ അങ്ങേയറ്റത്തെത്തിയ സോനാമിന്റെ അവസ്ഥ ജുങ്ങിലിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയെ തനിച്ചാക്കരുത് എന്ന് തീരുമാനിച്ച അയാൾ അവിടെ തന്നെ താമസിക്കാൻ ആരംഭിക്കുന്നു. വീട്ടിലെ ഓരോ ജോലികൾ ചെയ്ത് സോനാമിനെ പരിചരിച്ച് അയാൾ അവിടെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം പകലിൽ ഭാര്യയ്ക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുമ്പോൾ ജുങ്ങിൽ അവരോട് സംസാരിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, നീ ദേഷ്യപ്പെടരുത്. നമുക്കൊന്നിച്ച് നമ്മുടെ മകന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയാലോ? അവനെ സ്നേഹിക്കുന്നവരൊക്കെ അവിടെ ഉണ്ടാകും. അവന്റെ ആത്മാവ് ചിലപ്പോ അവിടെ വന്നെങ്കിലും ആദ്യം വലിയ താല്പര്യമൊന്നും അവർ കാണിച്ചില്ലെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് പോകാമെന്ന് സോനാമും തീരുമാനിക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിച്ചിരുന്നിടത്ത് അന്ന് സൂഹോയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അധ്യാപകരും ഒക്കെ വന്നിരുന്നു. സൂഹോയുടെ അച്ഛൻ വരുമെന്നവർ പ്രതീക്ഷിച്ചെങ്കിലും അമ്മ വരുമെന്നൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ജുങ്ങിലും സോനാമും യേസോളും കടന്നു വരുന്നത്. ഏവർക്കും അതിൽ സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരും വന്ന് കുറച്ചു കഴിഞ്ഞതും ഫംഗ്ഷനും സ്റ്റാർട്ടായി. ആദ്യഘട്ടത്തിൽ സൂഹോയുടെ ചെറുപ്പം തൊട്ട് അവരുടെ പക്കലുള്ള ഫോട്ടോസൊക്കെ പ്രദർശിപ്പിച്ച് ഓർമ്മകൾ എല്ലാവരിലേക്കും കൊണ്ടുവരികയായിരുന്നു. ഓരോ ഫോട്ടോകളും അതിന്റെ കമന്ററിയും ഒക്കെ തന്നെയും എല്ലാവരുടെയും കണ്ണുകൾ നിറയ്ക്കുന്നുണ്ട്. സൂഹോ അത്രമേൽ സമർത്ഥനായ ബ്രില്യന്റായ വിദ്യാർത്ഥിയും മറ്റുമായിരുന്നു.
ഒടുവിലായി സൂഹോയും കുടുംബവും തമ്മിലുള്ള ഫോട്ടോസൊക്കെ പ്രദർശിപ്പിച്ചതും വേദന സഹിക്കാൻ വയ്യാതെ സോനാം പൊട്ടിക്കരയാൻ തുടങ്ങി. അടുത്തിരുന്ന ജുങ്ങിൽ ഭാര്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ വന്നിരുന്ന പലരും സൂഹോക്കായി ലെറ്ററുകൾ എഴുതിയിരുന്നു. അവരവർ തന്നെ ആ ലെറ്ററുകൾ വായിക്കണം. അതായിരുന്നു അടുത്ത ചടങ്ങ്. ഓരോരുത്തരും ലെറ്റർ വായിക്കാൻ ആരംഭിച്ചു. ബർഗർ ഷോപ്പിൽ ജോലി നോക്കുകയായിരുന്ന സൂഹോയുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്റെ കത്ത് വായിച്ചു. പ്രിയപ്പെട്ട സൂഹോ, ഇതെങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു നമ്മൾ ആദ്യമായി സംസാരിക്കാൻ തുടങ്ങിയത്. എന്നെപ്പറ്റിയെല്ലാം നിനക്കും നിന്നെപ്പറ്റിയെല്ലാം എനിക്കും നല്ല രീതിയിൽ അറിയാം. നീ ഞങ്ങളെ വിട്ടു പോയെങ്കിലും നീ എന്നും എന്റെ കൂടെ ഉള്ള പോലാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. നിനക്കൊരു കാര്യമറിയാമോ? നീ പാർട്ട് ടൈമായി ബർഗർ ഷോപ്പിൽ ജോലി നോക്കിയിരുന്നല്ലോ. ഇപ്പോൾ അതേ സ്ഥാനത്ത് നിനക്ക് പകരം ഞാൻ ജോലി നോക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ചെലവഴിച്ച നിമിഷങ്ങൾ മറക്കുക സാധ്യമേയല്ല. എനിക്കൊന്ന് പറയാനുള്ളത് നിന്റെ അമ്മയോടാണ്. മിസസ് ജുങ്ങിൽ, നിങ്ങളോട് നേരിട്ട് മുമ്പേ വന്നേ ഞാൻ സംസാരിക്കേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങളെ എതിരിൽ കാണുമ്പോഴൊക്കെയും എങ്ങനെ ഫേസ് ചെയ്യുമെന്നറിയാതെ ഞാൻ മാറിപ്പോവുകയായിരുന്നു ചെയ്തിരുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. സൂഹോ നമ്മുടെ ഒപ്പം തന്നെ കാണും. എപ്പോഴും അവൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവനത് വായിച്ചു നിർത്തിയതും സോനാം പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ പെട്ടെന്ന് ഒരു പെൺകുട്ടി വല്ലാതെ കരയാൻ ആരംഭിച്ചു. എന്താ കാര്യമെന്ന് എല്ലാവരും അവളോട് തിരക്കി. അന്ന് ബോട്ട് അപകടത്തിൽപ്പെടുമ്പോൾ അവളും ആ ബോട്ടിൽ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ സൂഹോക്കൊപ്പം അവളും താഴെ വീണിരുന്നു. സൂഹോ ആയിരുന്നു അവളെ പിടിച്ചുയർത്തി ബോട്ടിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തിയത്. പക്ഷേ തൊട്ടു പിന്നാലെ വന്ന വലിയൊരു തിരമാല അവനെ അപ്രത്യക്ഷമാക്കുകയായിരുന്നു. അവൾ നോക്കിയെങ്കിലും സൂഹോയെ കണ്ടതേയില്ല. സൂഹോ ഉള്ളതുകൊണ്ട് മാത്രമാണ് താൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് എന്ന് വേദനയോടെ അവൾ ഓർത്തെടുത്തു. അത് കേട്ട് ഏവരുടെയും കണ്ണുകൾ നിറഞ്ഞു. മരിക്കുമ്പോഴും സൂഹോ ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നത് സൂഹോയെപ്പറ്റി ഏവർക്കും അഭിമാനം കൊടുക്കുന്ന കാര്യമായിരുന്നു. ആ ബർത്ത്ഡേ മീറ്റിംഗ് സൂഹോയുടെ അമ്മയിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. തന്റെ മകൻ മരണപ്പെട്ടു എന്ന കാര്യം അവർ അംഗീകരിക്കാൻ തുടങ്ങി. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ജുങ്ങിലും സോനാമും യസോളും സന്തോഷത്തോടെ അവരുടെ വീട്ടിൽ താമസിക്കാൻ ആരംഭിച്ചിരുന്നു. ഡിവോഴ്സൊക്കെ അവർ വേണ്ടെന്ന് വെച്ചു. കുടുംബമായി പഴയ സന്തോഷങ്ങൾ അവർക്കുള്ളിലേക്ക് വന്നു നിറയാൻ ആരംഭിച്ചു. ആ സമയം വീട്ടിലെ മോഷൻ ലൈറ്റ് തനിയെ തെളിയാൻ തുടങ്ങി. സൂഹോയുടെ ആത്മാവ് ഒരുപക്ഷെ ആ വീട്ടിലുണ്ടായിരിക്കാം എന്ന സൂചനയോടെ ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.